പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത 3 ദിവസവും വ്യാപകമായിട്ട് തന്നെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇന്നും നാളെയും ഒക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടുമാണ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ തീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ്. ഓറഞ്ച് അലർട്ടാണ്. തൃശ്ശൂരും പാലക്കാടും മലപ്പുറത്തുമാണ് നിലവിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. ന്യൂനമർദ്ദ പാത്തിയുടെയും അതേപോലെ അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെയും ഒക്കെ സ്വാധീന ഫലമായിട്ടാണ് മഴ കനക്കുന്നത്. മഴ മാത്രമല്ല, മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യത കൂടിയുണ്ട് കേട്ടോ. മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുന്നതുകൊണ്ട് തന്നെ ഡാമുകൾക്കും നദികൾക്കും അരികിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണം. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതുകൊണ്ട് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് പൊതുവിലെ സംസ്ഥാനത്തെ ഒരു മഴ സാഹചര്യം. നമ്മൾ താപനില കൂടി ഒന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ താപനില തിരുവനന്തപുരത്തെ ഇന്നത്തെ ഉയർന്ന താപനിലയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസും. എറണാകുളം ജില്ലയിലെ ഇന്നത്തെ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഴിക്കോട്ടെ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസുമാണ്. കണ്ണൂരിലെ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പല നഗരങ്ങളിലെയും പ്രധാനപ്പെട്ട നഗരങ്ങളിലെ താപനിലയും ഒപ്പം തന്നെ സംസ്ഥാനത്തെ ഒരു മഴ സാഹചര്യവും. ഇന്നത്തെ പോലെ തന്നെ നാളെയും ഏറെക്കുറെ ഈ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ കാലാവസ്ഥ മാപ്പൊക്കെ വരാനുള്ള സാധ്യത. മഴയുള്ള ദിവസമാണ് ഇന്ന് തൊട്ട് അടുത്ത 3 ദിവസങ്ങൾ.